Welcome all coaches, welcome players, and welcome Vaishak. Okay, Thank you, sir. Thank you. today we are going to hear about the topic fitness and cricket. It will be taken by Vaishak Krishna. Vaishak is a qualified SNC coach, and he has been working with Kerala Cricket Association, associated with KCA last year. And welcome, Vaishak. So Thank you, sir. you can just take over in a minute. Okay, all players, Okay. please note that do not touch any button. Just reminding you again, do not touch any button. Just sit back and listen and take down any notes if you feel it's important. Okay, so thank you so much. Okay, on to Vaishak. Good morning, all. നമുക്കറിയാം ഫിറ്റ്നസ് ഇൻ ക്രിക്കറ്റ് അതാണ് നമ്മുടെ ടോപ്പിക്. ഫസ്റ്റ് ഓഫ് ഓൾ, മൈസെൽഫ് വൈശാഖ് കൃഷ്ണ ഫ്രം കാലിക്കറ്റ്. അപ്പം ലാസ്റ്റ് 2019 തൊട്ട് KCയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട്. Under-23 മെൻസ്, Under-23 വിമൻസ്, പിന്നെ സീനിയർ വിമൻസ്, ഈ 3 ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ കൂടി ആയിരുന്നു. ജൂനിയർ ലെവലിൽ കേരള റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഈ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഫിറ്റ്നസ് ഇൻ ക്രിക്കറ്റ്. നമുക്കറിയാം ഫിറ്റ്നസ് ഇസ് ദ ടോക്ക് ഓഫ് ദ ടൗൺ നൗ. നമുക്കറിയാം ഇൻ ക്രിക്കറ്റ്, ഇപ്പം ക്രിക്കറ്റിൽ ജസ്റ്റ് ലൈക്ക് ബാറ്റിംഗ് അല്ലെങ്കിൽ ബോളിംഗ്, ഫീൽഡിംഗ്, ന്യൂ സ്കിൽ ഈസ് ഫിറ്റ്നസ്. അപ്പം ക്രിക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടി വരുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഇരിക്കുന്നത്. അപ്പം നമുക്കറിയാം, എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ റീസൺ നമ്മൾ ഈ കുറഞ്ഞൊരു കാലയളവിനുള്ളിൽ ഫിറ്റ്നസ് നന്നായിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മളെ ഫോർമാറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ച് T20 പോലുള്ള പുതിയ ഫോർമാറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വർക്ക് ലോഡ് ഇപ്പോൾ ഹ്യൂജ് ആണ്. ഡൊമസ്റ്റിക് വെച്ച് നോക്കിയാൽ തന്നെ ക്രിക്കറ്റേഴ്സിന്റെ വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പം ഇഞ്ചുറീസ് വളരെ ഏറെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫിറ്റ്നസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈവൻ ലൈറ്റ് ലെവലിലാണെങ്കിലും ഡൊമസ്റ്റിക് ലെവലിലൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഫിറ്റ്നസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അപ്പം ഒരു ഫാക്ട് ഞാൻ പറയാം തുടങ്ങുന്നതിന് മുമ്പ്. നമ്മുടെ സീനിയർ നാഷണൽ മെൻസ് ടീം, അപ്പം ടീം എടുത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് 4 to 5 years നമ്മുടെ ഫിറ്റ്നസ് നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പം നമുക്ക് ഫസ്റ്റ് ലൈനിലേക്ക് പോകാം. അതിലെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്, റോൾ ഓഫ് ഫിറ്റ്നസ് ഇൻ ക്രിക്കറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് 4 to 5 years നമ്മളെ ഫിറ്റ്നസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ എലൈറ്റ് ലെവൽ. സോ ഫിറ്റ്നസ് ഇസ് നോട്ട് എ ടിക്കിംഗ് പൊസിഷൻ ഫോർ ദം. മോസ്റ്റ് ഓഫ് ദം ആർ ടേക്കിംഗ് വെരി സീരിയസ്ലി. അപ്പൊ അവിടെയാണ് നിങ്ങളും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. സ്കില്ല് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ക്രിക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഫിറ്റ്നസ്. സോ അതിൻ്റെ ഒരു ഫാക്ട് ഞാൻ പറയാം, അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ. ഇൻ 2019 മീൻസ് ലാസ്റ്റ് ഇയർ നമ്മുടെ സീനിയർ നാഷണൽ ടീം 200 മാച്ച് ഡേയ്സ് ആണ് കളിച്ചിട്ടുള്ളത് ഇൻ ദ സ്പാൻ ഓഫ് 365 days.
നിങ്ങൾ ആലോചിക്കണം, ഒരു ഇയറിൽ 365 ഡേയ്സിൽ 200 മാച്ച് ഡേയ്സ് നമുക്ക് പറയാം, പ്ലസ് ട്രാവലിംഗ് ഉണ്ടാവും, പിന്നെ പ്രാക്ടീസ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. അപ്പം വർക്ക് ലോഡ് ഈസ് ഹ്യൂജ്. സോ surprisingly, not surprisingly, interestingly, we have a record with least number of injuries with regard of last 4 years. Last 4 years, 2015 വേൾഡ് കപ്പിന് ശേഷം നമ്മുടെ ബാക്കി കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ പ്ലേയേഴ്സിന് ഇന്റർനാഷണൽ ലെവലിൽ നമ്മളെ പ്ലേയേഴ്സിന് ഉണ്ടായിട്ടുള്ള ഇഞ്ചുറീസ് ബാക്കി കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പം കുറവാണ്. സോ നമുക്കറിയാം, ബാക്കി കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ വി പ്ലേ ഡബിൾ ഡോസ് ഓഫ് ക്രിക്കറ്റ് കമ്പയർ ടു അതർ കൺട്രീസ്. സോ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്, എസ്പെഷ്യലി ഇന്ത്യൻ ക്രിക്കറ്റിൽ. കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ മാച്ചസ് കളിക്കുന്നത്, ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് ഉള്ള പ്ലേയേഴ്സ് നമ്മുടെ പ്ലേയേഴ്സ് ആണ്. അപ്പം അങ്ങനെ ഇരിക്കെ പോലും നമുക്കൊരു ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ this did not happen overnight. So actually they're training like Olympic level athletes now and training consistently. അപ്പം നമുക്കറിയാം, ക്രിക്കറ്റിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നിങ്ങളുടെ പെർഫോമൻസിലാണെങ്കിലോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലാണെങ്കിലോ നിങ്ങളുടെ പ്രാക്ടീസിലാണെങ്കിലോ ഒക്കെ ഫിറ്റ്നസ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ ബാക്കി ആസ്പെക്ട് ഒക്കെ പോലെ തന്നെ ഫിറ്റ്നസ്സിലും നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു ജനറൽ പീപ്പിൾസിനെ പോലെ നമ്മൾ വന്ന് ഓക്കെ ഞാൻ ഒരു 10 to 15 days ട്രെയിൻ ചെയ്യാം, എൻ്റെ ഫിറ്റ്നസ് മോശമാണ്, 10 to 15 days ട്രെയിൻ ചെയ്യാം, എൻ്റെ ഒരു നല്ല ലെവൽ ഫിറ്റ്നസ് അറ്റൈൻ ചെയ്തിട്ട് ഇനി ഞാൻ ബ്രേക്ക് എടുക്കാം എന്ന് ചിന്തിക്കുന്ന രീതിയല്ല ഇനി വേണ്ടത്. അപ്പം അതൊന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. സോ നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഇന്ത്യൻ ടീം തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സ് ഇപ്പം സ്റ്റാർട്ടഡ് ബോൾ മച്ച് ക്യുക്കർ. നമുക്കറിയാം, ക്യുക്കറായിട്ട് എറിയുന്നത് പോലെയല്ല 140+ കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഫാസ്റ്റ് ബോളേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഒരു ലാസ്റ്റ് 4 years ആയിട്ട് നമ്മുടെ കോർ ആയിട്ടുള്ള ഫൈവ് ബോളേഴ്സ്, ഫാസ്റ്റ് ബോളേഴ്സ് നമുക്കറിയാം, ജസ്പ്രീത് ബുംറ, ഷമി, ഭുവനേശ്വർ, അതുപോലെ ഇഷാന്ത് ശർമ്മ, ഉമേഷ് യാദവ്. ഈ 5 ബോളേഴ്സാണ് നമുക്കിപ്പോൾ ലാസ്റ്റ് 4 years ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്ര ലോങ് ടൈം ആയിട്ട് അവർക്കൊരു ഇഞ്ചുറി വന്നിട്ടില്ല. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഇഞ്ചുറി ഫ്രീ ആയിട്ട് ഇത്ര ലോങ് ആയിട്ട് ഒരു 4 years എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ പീരീഡ് ആണ്. അപ്പം അവിടെ അവർ ഫ്രീ ആയിട്ട് കളിക്കുന്നു, ഇഞ്ചുറി ഫ്രീ ആയിട്ട് കളിക്കുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അവരൊക്കെ ഇത് നമ്മളെ ഇന്ത്യൻ ക്രിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു. കാരണം നമുക്ക് ഇഞ്ചുറീസ് വളരെ കൂടുതൽ, എസ്പെഷ്യലി ഫാസ്റ്റ് ബോളേഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്ര വർഷം ഫാസ്റ്റ് ബോളേഴ്സ് കളിച്ചിരുന്നത് വളരെ കുറവാണ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയി ട്രെയിൻ ചെയ്യേണ്ട പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രൊഫഷണലി ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ട്രെയിൻ ചെയ്യാം, ട്രെയിനിങ്ങും പ്രൊഫഷണലി ഉള്ള ട്രെയിനിങ്ങും തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആസ് എൻ അത്ലീറ്റ്, ആസ് എ ക്രിക്കറ്റർ, യു ഷുഡ് ട്രെയിൻ ലൈക്ക് ആൻ അത്ലീറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ പോപ്പുലേഷനെ പോലെയല്ല നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്, നിങ്ങളുടെ സ്പോർട്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. ഈവൻ ക്രിക്കറ്റേഴ്സിൽ തന്നെ നിങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നീഡ് ഡിഫറെന്റ് ആണ്, നിങ്ങളുടെ ബോഡി ഡിഫറെന്റ് ആണ്, ഇൻഡിവിജ്വൽ മെക്കാനിക്സ് ഡിഫറെന്റ് ആണ്, എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പം നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത്, പ്രൊഫഷണലി ട്രെയിൻ ചെയ്യേണ്ടത്, കൺസിസ്റ്റന്റ് ആയി ട്രെയിൻ ചെയ്യേണ്ട പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രൊഫഷണലി ട്രെയിൻ ചെയ്യേണ്ടത്. സോ പേഴ്സണലി ഞാൻ പറയാം, ഐ എം നോട്ട് എ ഫാൻ ഓഫ് അത്ലീറ്റ് ഈറ്റിംഗ് എനിത്തിങ് ആൻഡ് ട്രെയിനിങ് സ്മാർട്ട്. നിങ്ങൾക്ക് ന്യൂട്രീഷന്റെ കാര്യത്തിൽ വേറെ തന്നെ ഒരു സെഷൻ ഉണ്ട്. അപ്പം അത് ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങൾ നെസസറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തും കഴിക്കുന്ന ഒരാളുടെ ഞാൻ അങ്ങനെ ഒരു അത്ലറ്റിന്റെ ഫാൻ അല്ല. സോ ഞാൻ കണ്ടിട്ടുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യില്ല,
ഒരു ഡയറ്റിൽ ഒരു കൺട്രോൾ ഇല്ല. പക്ഷെ അവർ പറയും ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റും, മേ ബി ഫോർ 1 season, ബിക്കോസ് യു കാൻ ഡു ദാറ്റ് ഫോർ 1 season. നെക്സ്റ്റ് സീസൺ ദ റിസൾട്ട് വിൽ ഷോ ഇറ്റ് സെൽഫ്. കാരണം നമുക്ക് ഫിറ്റ്നസ് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യാതെ ഒരു ലോങ് കരിയർ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അറ്റൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഫിറ്റ്നസ് ആണ് നിങ്ങളുടെ ഒരു ഇപ്പം ലോങ് ടൈം ഒരു കരിയർ സ്വപ്നം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഫിറ്റ്നസ് അതിൽ മസ്റ്റാണ്. നമുക്കറിയാം, ഇപ്പം ഞാൻ നേരത്തെ ഫാസ്റ്റ് ബോളേഴ്സിന്റെ കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം വിരാട് കോഹ്ലി ഫിറ്റ്നസ് ഇന്ത്യൻ ക്രിക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഫിറ്റ്നസ് എന്നൊരു ആ ഒരു എൻറ്റയർലി ഒരു ചേഞ്ച് വരുത്തിയൊരു അത്ലറ്റ് ആണ് വിരാട് കോഹ്ലി. അപ്പം അദ്ദേഹം നമുക്കറിയാം ഇപ്പം ഓൾമോസ്റ്റ് 12-13 years ആയി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പം അയാൾക്ക് വന്ന ഒരു മേജർ ഇഞ്ചുറി എന്ന് പറയാൻ 12-13 years ആയിട്ട് ഒരു മേജർ ഇഞ്ചുറി അദ്ദേഹത്തിന് വന്നിട്ടില്ല. അപ്പം അതിന്റെ കാരണം ഫിറ്റ്നസ് ആണ്. ഇപ്പം ചെറിയ അക്യൂട്ട് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അയാളുടെ കരിയറിൽ ഒരു ബ്രേക്ക് വരുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു നിങ്ങളെ അത്ലറ്റ്സിനെ സംബന്ധിച്ച് ഒരു ഇഞ്ചുറി വന്നാൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. കാരണം നമുക്ക് ഒരുപാട് ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഈവൻ നിങ്ങളുടെ ഒരു പ്രൈം ടൈം ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സീസണിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ഒരു ഇഞ്ചുറി വരുന്നെങ്കിൽ നന്നായിട്ട് എഫക്ട് ചെയ്യും നിങ്ങളുടെ കരിയറിനെ. എനിക്ക് തോന്നുന്നു ഈ വിരാട് കോഹ്ലി ഇപ്പം 12-13 years ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ലറ്റ് ആണ്. വർക്ക് ലോഡും ഹ്യൂജ് ആണ്. IPL കളിക്കുന്നു, ഇന്റർനാഷണൽ മാച്ചസ് കളിക്കുന്നു, എല്ലാ ഫോർമാറ്റിലും കളിക്കുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യുന്നു. അപ്പം അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഇഞ്ചുറീസ് വളരെ കുറവാണ്. അപ്പം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫിറ്റ്നസ് ചെയ്യുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഫഷണലി ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ശതമാനം ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും. നമ്മളുടെ റോൾ എന്ന് വെച്ചാൽ ഇപ്പം ആസ് എ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് നമ്മൾ 3 കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു ഫാസ്റ്റ് ബോളർ ആണെങ്കിലോ ബാറ്റ്സ്മാൻ ആണെങ്കിലോ വിക്കറ്റ് കീപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഇഞ്ചുറീസ് ഉണ്ടാവും. അപ്പം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇഞ്ചുറീസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻഡിവിജ്വൽ മെക്കാനിക്സ് ഒക്കെ വെച്ചിട്ട് അത് പ്രിവെന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മുടെ റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പൊ എനി ഇൽനെസ് ഓർ എനി ഇഞ്ചുറി, ഇപ്പൊ നിങ്ങളുടെ റിക്കവറി ഫാസ്റ്റ് ആക്കാൻ ഒരു നല്ല ലെവലിലുള്ള ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ പറ്റിയ റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഫിറ്റ്നസ് ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് പാർട്ട് ഓഫ് ദ ഗെയിം. ഓൾറെഡി അങ്ങനെയാണ്. നമുക്കറിയാം ക്രിക്കറ്റിൽ ഫിറ്റ്നസ് വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. അപ്പം വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ക്രിക്കറ്റ് എപ്പോഴും ഒരു സ്കിൽ ഡോമിനന്റ് ഗെയിമാണ്. അപ്പം ഫിറ്റ്നസ് അതിലൊരു വലിയ പാർട്ട് ഉണ്ടെങ്കിൽ പോലും ക്രിക്കറ്റ് എപ്പോഴും ഒരു സ്കിൽ ഡോമിനന്റ് ഗെയിമാണ്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ ഹവേഴ്സ് വർക്ക് ചെയ്യുന്നതിലൂടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയേക്കാം. ഓക്കെ, ബട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട പോലെ തന്നെ നിങ്ങൾ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹവേഴ്സ് ഗ്രൗണ്ടിലും ജിമ്മിലും വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളെ ഏത് ലെവലിലായിക്കോട്ടെ, നിങ്ങളുടെ കറന്റ് ഫിറ്റ്നസ് ലെവൽ എത്ര മോശമാണെങ്കിലോ എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങളുടെ സ്പോട്ടിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു അസസ്മെന്റ്സ് നടത്തി ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ട്രെയിനർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ കൺസിസ്റ്റന്റ് ട്രെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി ഫിറ്റ്നസിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്ന് വെച്ചാൽ മാക്സിമം 6 hours ആണ്. മാക്സിമം 6 hours ഞാൻ പറയുന്നത്. വീക്കിലി 5 days എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് 1 hour. നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നമുക്കിപ്പോൾ കണ്ടീഷനിങ് ആണെങ്കിലോ സ്ട്രെങ്തനിങ് ആണെങ്കിലോ എനിത്തിങ്, നമുക്ക് മാക്സിമം 1 hour നമുക്ക് വീക്കിലി സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഫിറ്റ്നസ് അറ്റൈൻ ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ് നമ്മൾ.
അപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ കീ പെർഫോമൻസ് ഇൻഡെക്സ് ഫോർ ക്രിക്കറ്റ് ആണ്. അപ്പം കീ പെർഫോമൻസ് ഇൻഡെക്സ് നമുക്ക് കോമൺ ആയിട്ട് വേണ്ട ഫിറ്റ്നസ് കോമ്പോണൻസ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പവർ. നമുക്കറിയാം പവർ ക്രിക്കറ്റിൽ എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ആണ്. വെദർ യു ആർ ത്രോയിങ് എ ബോൾ ഫ്രം ദ ഡീപ്പ് ഓർ ഒരു ഷോർട്ട് കളിക്കുകയാണെങ്കിൽ പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ബോൾ ഡെലിവറി ആണെങ്കിൽ പവർ ആവശ്യമാണ്. ഒരു സ്ട്രെങ്ത്, ഇതിലെ എല്ലാ ഈ കോമ്പോണൻസും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലേറ്റർ സ്റ്റേജിൽ. അപ്പോൾ ഇപ്പം നമ്മൾ ഇതൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പം പവർ ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്, എയറോബിക് എൻഡ്യൂറൻസ് മീൻസ് എയറോബിക് കപ്പാസിറ്റി, അനറോബിക് എൻഡ്യൂറൻസ്, എജിലിറ്റി, COD മീൻസ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ. നമുക്കറിയാം ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ക്രിക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബാറ്റിങ്ങിലാണെങ്കിലോ ഫീൽഡ് ചെയ്യുമ്പോഴാണെങ്കിലോ ഒക്കെ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ എപ്പോഴും കണ്ടുവരുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. അതുപോലെ കോർഡിനേറ്റീവ് എബിലിറ്റീസ്, സ്ട്രെങ്ത് കപ്പാസിറ്റി ആൻഡ് മൊബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഇത്രയും കോമ്പോണൻസ് ആണ് നമുക്ക് ക്രിക്കറ്റിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാം ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാസ്റ്റ് ബോളിംഗ് ആണ്. അപ്പം ഞാൻ സ്ലൈഡിൽ മെൻഷൻ ചെയ്ത പോലെ എയറോബിക് ആൻഡ് അനറോബിക് കപ്പാസിറ്റി ആസ് എ ഫാസ്റ്റ് ബോളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെങ്ത് ആൻഡ് പവർ കോമ്പോണൻസ് നമുക്കറിയാം, സ്ട്രെങ്ത്, സ്പീഡ് സ്ട്രെങ്ത്. അപ്പം അതുപോലെ നമുക്ക് ഓവറോൾ ഫോഴ്സ് പ്രൊഡക്ഷൻ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആസ് എ ഫാസ്റ്റ് ബോളർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സിംഗിൾ ലെഗ് ട്രിപ്പിൾ എക്സ്റ്റൻഷൻ മീൻസ് ട്രിപ്പിൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പം ബോളിംഗ് വന്നിട്ട് ലാൻഡ് ചെയ്യുമ്പം നിങ്ങളുടെ ലാൻഡിങ് ലെഗിൽ ട്രിപ്പിൾ എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട്. അതായത് നിങ്ങളെ ആംഗിൾ, നീ ആൻഡ് ഹിപ്പ്, ഈ ലെഗിലുള്ള 3 ജോയിന്റ്സിലും ട്രിപ്പിൾ എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈനാമിക് മൊബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആസ് എ ഫാസ്റ്റ് ബോളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് റണ്ണിങ് മെക്കാനിക്സ്. അപ്പൊ ഈ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഓർഡറിലല്ല പോകുന്നത്, കാരണം നമുക്കറിയാം ഫാസ്റ്റ് ബോളിംഗ് ഇസ് വൺ ഓഫ് ദ ടഫസ്റ്റ് സ്കിൽ സെറ്റ് ഇൻ ക്രിക്കറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫാസ്റ്റ് ബോളിംഗ് തന്നെ ഡിസ്കസ് ചെയ്യാൻ കാരണം. അപ്പം നമുക്കറിയാം ഫാസ്റ്റ് ബോളിംഗ് എന്ന് വെച്ചാൽ ഒരു ഓക്വേർഡ് ഹ്യൂമൻ ബോഡി മൂവ്മെന്റ് ആണ്. സോ ഈ മെൻഷൻ ചെയ്ത കാര്യങ്ങളിൽ നിന്നിട്ടും കുറച്ച് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റണ്ണിങ് മെക്കാനിക്സ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇൻ ഫാസ്റ്റ് ബോളിംഗ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണന്റ് ഈസ് റണ്ണിങ് മെക്കാനിക്സ്. കാരണം നമുക്കറിയാം യു കാൻ ബോൾ കമാൻഡ് സ്ട്രേറ്റ് അവേ, സോ യു നീഡ് ടു സ്റ്റാർട്ട് അപ്പ് വിത്ത് യുവർ റണ്ണിങ് ആൻഡ് ക്രിയേറ്റ് എ മൊമെന്റം, ട്രാൻസ്ഫറിങ് ദ മൊമെന്റം. സോ റണ്ണിങ് മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം ഇപ്പം ലോഡിങ് അപ്പ്, വെദർ യു ആർ ഫ്രണ്ട് ഓൺ ബോളർ ഓർ സൈഡ് ഓൺ ഓർ സെമി ഓപ്പൺ ഓർ മിക്സഡ്, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റ്, പല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലോഡിങ് അപ്പ് പൊസിഷൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ ലോഡിങ് അപ്പ് പൊസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഡിവിജ്വൽ മെക്കാനിക്സ്, ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡിവിജ്വൽ ബോളിംഗ് ആക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ ആന്ത്രോപോമെട്രിക് സ്കെയിൽ മീൻസ് നിങ്ങളുടെ ഒരു അസസ്മെന്റ്സ് നടത്തി കഴിഞ്ഞാൽ ഒരു ആന്ത്രോപോമെട്രിക് സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ എവറി ഇൻഡിവിജ്വലി ഡിഫറെന്റ്. നിങ്ങളുടെ എല്ലാം ഇൻഡിവിജ്വലി എടുത്ത് നോക്കിയാൽ തന്നെ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പം നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്രയും ആസ്പെക്ട് വെച്ചിട്ടാണ്, ഇത്രയും മെട്രിക്സ് നോക്കിയിട്ടാണ് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പോലും ഇപ്പം നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ ഫാസ്റ്റ് ബോളേഴ്സ് ഓരോ ഫാസ്റ്റ് ബോളേഴ്സിന്റെ ഇൻഡിവിജ്വലി ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. സോ ഐഡിയ ഇസ് ടു വർക്ക് അറൌണ്ട് യുവർ ഗ്ലൂട്ട് സ്ട്രെങ്തനിങ്. നമുക്കറിയാം ഫാസ്റ്റ് ബോളേഴ്സിനെ സംബന്ധിച്ച് റണ്ണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അത് നമുക്ക് റണ്ണിങ്ങിന് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഏരിയ ആണ് ഗ്ലൂട്ട്. അപ്പൊ ഗ്ലൂട്ട് സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ ലെഗ് ട്രിപ്പിൾ എക്സ്റ്റൻഷൻ ആൻഡ് അനറോബിക് ആൻഡ് എയറോബിക് കപ്പാസിറ്റി. സോ നിങ്ങൾക്കറിയാം യു നീഡ് ഗുഡ് ലെവൽ ഓഫ് എയറോബിക് ഫിറ്റ്നസ് ഫോർ ഗുഡ് റിക്കവറി. അപ്പം റിക്കവറി ആസ് എ ഫാസ്റ്റ് ബോളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഒരു 20-25 മീറ്റേഴ്സ് റണ്ണപ്പ് പോയി അവിടെ വന്ന് ഒരു ബോൾ ഡെലിവർ ചെയ്ത് തിരിച്ച്
തിരിച്ച് ആ റണ്ണപ്പിലുള്ള സമയമാണ് നിങ്ങൾക്ക് റിക്കവറിക്കുള്ള ടൈം, ഒരു അടുത്ത ബോൾ ഡെലിവർ ചെയ്യാൻ. സോ റിക്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഫാസ്റ്റ് ബോളിങ്ങിൽ റണ്ണിങ് മെക്കാനിക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിതം. അപ്പം റിതം നിങ്ങളിപ്പം വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ആളായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോസീവ് ആയിട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ കൂടുതൽ കഴിവില്ലാത്ത ഒരാളായിരിക്കാം മേ ബി. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു റിതം, നിങ്ങളുടെ റിതം കറക്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റും. സോ റിതം ഈസ് ഓൾ അബൌട്ട് യുവർ റണ്ണിങ് മെക്കാനിക്സ് ആൻഡ് യുവർ ബ്രീത്തിങ് പാറ്റേൺ. അപ്പം എന്നെ സംബന്ധിച്ച് ഈ രണ്ട് മെട്രിക്സ് ആണ് ആസ് എ ഫാസ്റ്റ് ബോളർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, റണ്ണിങ് മെക്കാനിക്സ് ആൻഡ് ബ്രീത്തിങ് പാറ്റേൺ. അപ്പം കണ്ടീഷനിങ് വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ the moment you start working on your running mechanics and your breathing pattern, you develop good level of rhythm. So breathing is very critical for a fast bowler. And നമുക്കറിയാം ഈ ഇന്റർകോസ്റ്റൽ മസിൽ മീൻസ് നമ്മുടെ റിപ്സിന്റെ ഒരു ഏരിയയിലുള്ള മസിൽസ് ആണ്. അത് നിങ്ങളുടെ ഒരു ബോൾ ഡെലിവർ ചെയ്യുമ്പം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു റിപ്സിന്റെ ഒരു ഏരിയ. അപ്പം അവിടെയുള്ള മസിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആസ് എ ഫാസ്റ്റ് ബോളർ ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ് ടിഷ്യൂ മസിൽസ് ആണത്. അപ്പം അതിലൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ മസിൽസിനും എന്താ പറയാ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെറിയ നിങ്ങളിപ്പം എക്സ്പ്ലോസീവ് ആയിട്ട് മൂവ്മെന്റ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് എടുക്കുന്നതോ സഹായിക്കാത്ത കുറെ മസിൽസ് ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി സോഫ്റ്റ് ടിഷ്യൂസ് ആയിട്ടുള്ള മസിൽസിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യാം. അപ്പം കാര്യം ഈ നിങ്ങളുടെ ലങ്സ് ഒക്കെ കൂടുതലായിട്ട് ഈ ലോങ് സ്പെല്ലിലൊക്കെ ഒരു ലോങ്ങർ ഫോമാറ്റ് ഒക്കെ കളിക്കുമ്പോൾ ലോങ് റണ്ണിങ്ങിലാണെങ്കിലും ലോങ് സ്പെല്ലിലാണെങ്കിലൊക്കെ റിക്കവറിക്ക് വളരെ സഹായിക്കും. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ഫാസ്റ്റ് ബോളിങ്ങിലേക്ക് അല്ല ബാറ്റിങ്ങിലേക്ക് കടക്കാണ്. അപ്പം ബാറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ ഫിസിയോളജിക്കലായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ് പവർ ഫസ്റ്റ്, സ്ട്രെങ്ത്. നമുക്ക് ട്രിപ്പിൾ എക്സ്റ്റൻഷൻ ആവശ്യമാണ് സിംഗിൾ ലെഗിൽ ബാറ്റ് ചെയ്യുമ്പോൾ. ചില ഷോട്ട്സ് ഒക്കെ കളിക്കുമ്പോൾ ഫുൾ ഷോട്ട് ആണെങ്കിലോ അല്ലെങ്കിൽ ചില ഷോട്ട്സ് ഒക്കെ നമ്മൾ സിംഗിൾ ലെഗിൽ ട്രിപ്പിൾ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്ക് ഫുട്ടിലൊക്കെ കൂടുതൽ കളിക്കുമ്പോൾ ട്രിപ്പിൾ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. സോ ചിഞ്ച് ഔട്ട് റിഡക്ഷൻ ആവശ്യമാണ്, സ്പീഡ് എൻഡ്യൂറൻസ് ആവശ്യമാണ്, എയറോബിക് കപ്പാസിറ്റി ആവശ്യമാണ്. സോ നമുക്കറിയാം batting in cricket requires motor and psychological skill to play the best shot. So high demand on neuromuscular coordination and control cricket batting. So what important is that speed, വളരെ important ആണ് speed, agility important ആണ്, explosive power important ആണ്, good level of strength important ആണ്, good level of coordinative ability ആൻഡ് കോർ സ്ട്രെങ്ത്. നമുക്കറിയാം നമുക്കൊരു ഷോട്ട് നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങളുടെ കോർന്നാണ് നിങ്ങളുടെ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം കോർ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കോർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലിറ്റിയും ബാറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആൻഡ് ലോട്ട്സ് ഓഫ് സ്പീഡ് എൻഡ്യൂറൻസ്. കാരണം നമുക്കറിയാം റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ്, ബാറ്റിങ്ങിൽ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് എത്രത്തോളം എഫിഷ്യന്റ് ആക്കാൻ പറ്റുമെന്നുള്ളതാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ സ്പീഡ് എൻഡ്യൂറൻസ് ആവശ്യമാണ്. കാരണം ഇപ്പം T20 ഫോർമാറ്റ് ഒക്കെ കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ഓവേഴ്സ് ഫോർമാറ്റ് ഒക്കെ കളിക്കുമ്പോൾ ഒരു ഓവറിൽ നിങ്ങൾ സ്പീഡായിട്ട് റണ്ണിങ് ബിറ്റ്വീൻ ചെയ്യേണ്ടത് കൂടി വരുന്ന സമയമാണ്. കാരണം മേ ബി ഒരു ഓവറിൽ 6 ബോൾസ് നമ്മൾ റൺസിന് റൺ ചെയ്യേണ്ടി വരും. സോ അവിടെ നമുക്ക് സ്പീഡ് എൻഡ്യൂറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സ്പീഡ് എൻഡ്യൂറൻസ് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ചിലപ്പം ടൂസ് ഉള്ളത് നിങ്ങൾക്ക് 1-ൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റൺ ഔട്ടിന് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 2 റൺ കണ്ടിന്യൂസ് ആയിട്ട് ഡബിൾസ് ഓടിക്കഴിഞ്ഞാൽ അടുത്ത തേർഡ് ബോൾ വന്ന് ഫേസ് ചെയ്യുമ്പം നിങ്ങൾക്ക് റിക്കവറി ഫാസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഒരു ബോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ. അപ്പം സ്പീഡ് എൻഡ്യൂറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗുഡ് ലെവൽ ഓഫ് ബാക്കപ്പ് എയറോബിക് ഫെസിലിറ്റി ഫോർ ഗുഡ് റിക്കവറി. അപ്പം എയറോബിക് ആയിട്ടുള്ള ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ക്രിക്കറ്റേഴ്സ് റയർലി സ്പ്രിന്റ്.
50 to 60 meters. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് സ്പ്രിന്റ് ചെയ്യേണ്ടി വരുന്നത് 15 to 20 meters ആണ്. ഇനി ഇപ്പൊ ബാറ്റിങ്ങിലാണെങ്കിലോ ഫീൽഡിങ്ങിലാണെങ്കിലോ നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് 15 to 20 meters ആണ്. സോ ദ എനർജി ഫോർ ദിസ് സപ്ലൈഡ് ബൈ അനറോബിക് സോഴ്സസ്. അപ്പം ഈ ഷോർട്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നിങ്ങൾ സ്പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനർജി സപ്ലൈ ചെയ്യുന്നത് അനറോബിക് ആയിട്ടുള്ള സോഴ്സസ് ആണ്. യൂസിങ് ATPPC ലാക്റ്റിക് ആസിഡ് എനർജി സിസ്റ്റം എന്നാണ് പറയാം. അപ്പം അതിൽ വർക്ക് ചെയ്യേണ്ടത് ബാറ്റ്സ്മാനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് സഡൻ ആയിട്ടുള്ള 15 to 20 meter റണ്ണാണ് കൂടുതലായിട്ട് മോസ്റ്റ് കോമൺ. സോ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ കണ്ടീഷനിങ് വർക്ക് ചെയ്യുമ്പോൾ ടെമ്പോ അല്ലെങ്കിൽ മാസ് സെഷൻസ് പോലുള്ള മാക്സിമം എയറോബിക് സ്പീഡ് ഡെവലപ്പ് ചെയ്യാനുള്ള സെഷൻസ് പോലെ മാസ് സെഷൻസ് ഉണ്ടാവും. അപ്പം ടെമ്പോ സെഷൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കറിയാം ഒരു എക്സസീവ് ആയിട്ടുള്ള ഇപ്പോൾ ബാറ്റിങ്ങിൽ ലാക്റ്റിക് ആസിഡ് ബിൽഡപ്പ് ആണ് എക്സസീവ് ആയിട്ടുള്ള ആവശ്യമായിട്ട് വരുന്നത്. സോ ഒരു ഹൈലി കണ്ടീഷൻഡ് ആയിട്ടുള്ള അത്ലറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ലാക്റ്റിക് ബഫറിങ് ആസിഡിന്റെ ബഫറിങ് കുറച്ചും കൂടി ഫാസ്റ്റർ റേറ്റിലാക്കാൻ പറ്റും. അപ്പൊ അവിടെയാണ് ഒരു വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള അത്ലറ്റും ഡീകണ്ടീഷൻഡ് ആയിട്ടുള്ള അത്ലറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം നിങ്ങളുടെ ലാക്റ്റിക് ആസിഡ് ബഫറിങ് എത്ര ഫാസ്റ്റർ റേറ്റിലാക്കാൻ പറ്റും അത് നിങ്ങളുടെ ആക്ടിവിറ്റി കൂടുതലായിട്ട് പ്രൊലോങ് ചെയ്യാൻ സഹായിക്കും. അപ്പം അത് ബാറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ സ്പിന്നേഴ്സിലേക്ക് പോകണം. അപ്പോൾ നമുക്കറിയാം സ്പിന്നേഴ്സിൽ മസ്കുലർ എൻഡ്യൂറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്, എജിലിറ്റി ആൻഡ് എയറോബിക് കപ്പാസിറ്റി. സോ നമുക്കറിയാം സ്പിന്നേഴ്സ് ഹാവ് സ്ലോ സ്വിച്ച് മസിൽസ്. ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ സ്ലോ സ്വിച്ച് മസിൽസ് ആയിരിക്കും സ്പിന്നേഴ്സിന്. അപ്പം നമുക്കറിയാം എൻഡ് ഓഫ് ദ ഡെലിവറി എവറിബഡി ഈസ് ഫ്രണ്ട് ഓൺ ദ പോയിന്റ് ഓഫ് ഡെലിവറി. അപ്പം വൈൽ ഡെലിവറിങ് എല്ലാവരും ഫ്രണ്ട് ഓൺ ആയിരിക്കും, ഫാസ്റ്റ് ബോളിംഗ് പോലെയല്ല. സോ സ്പിന്നേഴ്സ് റിക്വയർസ് ലോട്ട്സ് ഓഫ് മസിൽ എൻഡ്യൂറൻസ്. നേരത്തെ പറഞ്ഞ പോലെ മസിൽ എൻഡ്യൂറൻസ്, സ്ട്രെങ്ത് കപ്പാസിറ്റി വളരെ ആവശ്യമാണ്. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോളിംഗ്, റിപ്പീറ്റഡ് ആക്ഷൻ ആണ് ബോളിങ്ങിൽ. കാരണം നിങ്ങൾക്ക് റിക്കവറി ടൈം കുറവാണ്. കാരണം നിങ്ങളുടെ റണ്ണപ്പ് ഫാസ്റ്റ് ബോളേഴ്സിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. 5 to 7 meters ഒക്കെ ആയിരിക്കും നിങ്ങളുടെ റണ്ണപ്പ് വരുന്നത്. അപ്പോൾ റിക്കവറി ടൈം കുറവായിരിക്കും. അതുപോലെ ഇപ്പൊ രണ്ട് എൻഡിലും ഒരു സ്പിന്നറാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ബിറ്റ്വീൻ ദ ഓവേഴ്സ് ഉള്ള സമയവും കുറവായിരിക്കും, റിക്കവറി ടൈം കുറവായിരിക്കും. അപ്പം മാത്രമല്ല ഇപ്പം ലോങ്ങർ ഫോർമാറ്റിലൊക്കെ പെർ ഡേ 90 overs കളിക്കുമ്പോൾ സ്പിന്നേഴ്സ് മേ ബി 30-35 overs ഒക്കെ ഓരോ ഡേയിൽ എറിയേണ്ടി വരുന്നുണ്ട്. അപ്പം മസ്കുലർ എൻഡ്യൂറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എഫിഷ്യൻ്റ് ആയിട്ട് ഒരു 30 overs ഒക്കെ സെയിം റിതത്തിൽ സെയിം എനർജിയിൽ എറിയണമെങ്കിൽ മസ്കുലർ എൻഡ്യൂറൻസ് വളരെ ആവശ്യമാണ്. ആൻഡ് ഗുഡ് ലെവൽ ഓഫ് ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. റേഞ്ച് ഓഫ് മോഷൻ വളരെ കൂടുതലാണ്. അപ്പം ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. ആൻഡ് ഗുഡ് ലെവൽ ഓഫ് സ്ട്രെങ്ത്, നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എഫക്റ്റീവ് ലോങ് പീരീഡ് ഓഫ് ടൈമിലാണ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത് എൻഡ്യൂറൻസ് ആവശ്യമാണ്. ആൻഡ് യു നീഡ് ഗുഡ് ലെവൽ ഓഫ് എജിലിറ്റി ഫോർ യുവർ റിട്ടേൺ ക്യാച്ചസ്. നമുക്കറിയാം സ്പിന്നേഴ്സിന് റിട്ടേൺ ക്യാച്ചസ് അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എജിലിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അത് നിങ്ങളുടെ ഫീൽഡിംഗ് സ്കില്ലും എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എജിലിറ്റി. ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ എയറോബിക് ഫിറ്റ്നസ് ഫോർ ഗുഡ് റിക്കവറി. സോ ഇതാണ് സ്പിന്നേഴ്സിൽ വരുന്നത്. അപ്പം നിങ്ങളുടെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ എനർജി മോണിറ്റർ ചെയ്യാൻ നിങ്ങൾ ഇൻഡിവിജ്വലി എല്ലാവരും പഠിക്കണം. കാരണം അതൊന്ന് ലേൺ ചെയ്യാൻ, അതിലൊന്ന് മോണിറ്റർ ചെയ്യാൻ നിങ്ങൾ ലേൺ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതൊരു കോച്ചസിനും നിങ്ങളുടെ എക്സാക്ട് ഇന്റൻസിറ്റി എന്താണെന്നോ എനർജി ലെവൽ എന്താണെന്നോ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് സയൻസ് എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. സോ അതൊന്ന് മോണിറ്റർ ചെയ്യാൻ പഠിക്കാം. നമുക്കിപ്പോൾ RPE സ്കെയിൽ പോലുള്ള സ്കെയിൽസ് ഉണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് 10 നിങ്ങളുടെ ഇന്റൻസിറ്റി എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ
ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ്. അതുപോലെ ഡോം സ്കെയിൽ ഉണ്ട്, നിങ്ങളുടെ സോർനെസ് ലെവൽ എത്രത്തോളാന്നൊക്കെ നോക്കാനുള്ള. അപ്പൊ അതിലൊക്കെ നിങ്ങൾ ഒരു ട്രെയിനർ വന്നിട്ട് നിങ്ങളുടെ ഒരു സെഷന് ശേഷം RP റേറ്റ് ഒക്കെ ചോദിക്കുമ്പോൾ ഔട്ട് ഓഫ് 10 അതൊരു കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എപ്പോഴാണ് ഇന്റൻസിറ്റി കൂടുതൽ, എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സോർനെസ് വരുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ നെക്സ്റ്റ് നമ്മൾ വിക്കറ്റ് കീപ്പിംഗിലേക്ക് പോകണം. അപ്പം നമുക്കറിയാം വിക്കറ്റ് കീപ്പിംഗ് റിക്വയർസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്ട്രെങ്ത് ആൻഡ് എക്സ്പ്ലോസീവ് പവർ. കാരണം എക്സ്പ്ലോസീവ് പവർ റിക്വയർസ് ഫോർ എനി സോർട്ട് ഓഫ് മൂവ്മെന്റ്. കാരണം laterally or vertically or diving forward, you need good level of propulsion and stability. So എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പം ഒരു ലോങ്ങർ ഫോർമാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം 90 overs per day. So around approximately 540 squat a day, which is massive. So നമുക്കറിയാം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ workload cost on your lower back and your quads, calf muscles, core muscles and hip flexors. Hip flexors ആണ് വിക്കറ്റ് കീപ്പേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരുന്ന ഒരു ഏരിയ. അപ്പം ഒരു ലോങ്ങർ ഫോർമാറ്റ് കളിക്കുമ്പോൾ വളരെ ഹ്യൂജ് ആയിട്ടുള്ള വർക്ക് ലോഡ് ആണ് ആസ് എ വിക്കറ്റ് കീപ്പർ. സോ നമുക്കറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ ഷോൾഡർ എപ്പോഴും പ്രൊട്രാക്ടർ ആയിരിക്കും. നിങ്ങൾ വൈൽ കീപ്പിംഗ് ഷോൾഡർ എപ്പോഴും ഈ പ്രൊട്രാക്ടഡ് പൊസിഷനിലായിരിക്കും കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ അപ്പർ ബാക്കിൽ വരുന്ന ലോഡും വളരെ ഹെവിയാണ്. അപ്പം അപ്പർ ബാക്കിൽ ലോവർ ബാക്കിലാണ് കൂടുതലായിട്ട് എല്ലാവരും സ്ട്രെങ്തനിങ് കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ആസ് എ വിക്കറ്റ് കീപ്പേഴ്സ് നിങ്ങൾക്ക് അപ്പർ ബാക്കിലും ഫോക്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ സ്ട്രെങ്ത് ആവശ്യമാണ്, പവർ ആവശ്യമാണ്, സ്റ്റെബിലിറ്റി ആവശ്യമാണ്, കോർഡിനേറ്റീവ് എബിലിറ്റീസ്. കാരണം വിക്കറ്റ് കീപ്പിംഗ് കോർഡിനേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് ബാറ്റിങ്ങിനെയൊക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിക്കറ്റ് കീപ്പിങ്ങും. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് പല കാര്യങ്ങളും നടക്കുന്നത്. ബാലൻസ് വളരെ ആവശ്യമാണ് ആൻഡ് എജിലിറ്റി, കാരണം എനി സോർട്ട് ഓഫ് മൂവ്മെന്റ്. സോ ഇത്ര കാര്യമാണ് നമുക്ക് വിക്കറ്റ് കീപ്പിങ്ങിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ്സിൽ ഒരു ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ എവറി ഇൻഡിവിജ്വൽ നീഡ് ഡിഫറെന്റ് ആണ്. അപ്പം ഒരു ഷീറ്റ് പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ അത് ഓക്കെ, അത് ഞാൻ ഫോളോ ചെയ്യാന്നുള്ള ഒരു രീതി മാറ്റി അത് നിങ്ങളുടെ നീഡ് അനുസരിച്ചാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നീഡിന് വേണ്ടിയാണോ അത് ചെയ്യുന്നത്, ഈ എക്സസൈസ് ചെയ്താൽ അത് എനിക്ക് ഹെൽപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ സ്കിൽ എൻ്റെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ എങ്ങനെയൊക്കെ സഹായിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് നോളജ് ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. കാരണം അതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്. സോ ഒരു ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പം നിങ്ങളുടെ ഒരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ ആസ്ക് യുവർ കോച്ചസ് ഓർ ട്രെയിനർ lot of questions. കാരണം നിങ്ങൾക്കറിയാം the moment they start more technical with you can rest assured that they are trying to dock something. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നിലുള്ള സയൻസോ കാര്യങ്ങളോ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ആണ് വേണ്ടത്. അപ്പം അത് നിങ്ങൾക്ക് കിട്ടാൻ ഉള്ള ഒരു രീതിയിലുള്ള പ്രോഗ്രാം ആണോ എന്നും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടൈം വേസ്റ്റിംഗ് നമുക്ക് അറിയാലോ. അതില് നിങ്ങളുടെ ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു കരിയർ സ്പാൻ വളരെ കുറവാണ്. അപ്പം അതിൽ ഓരോ ഡേയിലും നിങ്ങൾ ചെയ്യുന്ന വർക്ക് അത് നിങ്ങളുടെ സ്കില്ലാണെങ്കിലോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ആണെങ്കിലോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ലേറ്റർ സ്റ്റേജിൽ. സോ നമ്മൾ നെക്സ്റ്റ് വാമപ്പിലേക്ക് കിടക്കാണ്. അപ്പം നമുക്കറിയാം വാമപ്പിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഫയർ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ബിഫോർ ഒരു ട്രെയിനിങ് ആണെങ്കിലോ മാച്ച് ആണെങ്കിലോ നിങ്ങളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഫയർ അപ്പ് ചെയ്യുക അതിന് മുമ്പ് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള വാമപ്പിന്റെ ഒബ്ജക്റ്റീവ്. സോ വൈ ഡു വി വാം അപ്പ്? അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാം വാമപ്പിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണ്. നമുക്കറിയാം ഒരു ട്രെയിനിങ് സെഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രൽ പാർട്ടാണ് വാം അപ്പ്.
ബിക്കോസ് നമുക്കറിയാം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഒരു ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന അതേ ഇമ്പോർട്ടൻസ് ഒരു വാം അപ്പ് സെഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനും കൊടുക്കാറുണ്ട്. കാരണം ട്രെയിനിങ് സെഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാം അപ്പ്. അപ്പം അതിൽ ഇപ്പം ഡിപ്പെൻസ് ആണത്. കാരണം നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വലി ഇപ്പം ഫാസ്റ്റ് ബോളർ ആണെങ്കിലോ ബാറ്റ്സ്മാൻ ആണെങ്കിലോ ഒക്കെ ഇൻഡിവിജ്വലി ഡിപ്പെൻസ് ആണ് ഏതൊക്കെ ആക്ടിവിറ്റിയാണ് ഒരു വാം അപ്പിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ, ഇപ്പം നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെയാണ് മാച്ചസ് എങ്കിൽ അവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആണ്. സോ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വാം അപ്പിന്റെ ഗോൾ എന്ന് വെച്ചാൽ നിങ്ങളെ ഒരു അത്ലറ്റിനെ മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ഗോൾ ഫോർ training or match. So additionally, a common reason behind doing warm-up is reduction in risk of injury. കാരണം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മൾ ഒരു പ്രോപ്പറായിട്ട് വാം അപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു ശതമാനം ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ പറ്റും ബിഫോർ ദ മാച്ച് ഓർ എനി ട്രെയിനിങ്. സോ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്കൊരു സജസ്റ്റ് ചെയ്യുന്ന ഒരു വാം അപ്പ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ റാം എന്നൊരു വാം അപ്പ് മെത്തേഡ് ഉണ്ട്. റാം, ആർ ഫോർ റൈസ്, എ ഫോർ ആക്ടിവേറ്റ്, എം ഫോർ മൊബിലൈസ് ആൻഡ് പി ഫോർ പൊട്ടൻഷ്യേറ്റ്. അപ്പം ഈ ഒരു പ്രോട്ടോകോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാം അപ്പ് സെഷൻ ചെയ്യാൻ പറ്റും. കാരണം റൈസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഈ വാം ആവുന്നതിന് മുമ്പ് ആക്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യാനോ നോക്കും. അപ്പൊ അതൊരു ഇഞ്ചുറി ചാൻസ് കൂടുതലാണ്. കാരണം ഫസ്റ്റ് നമ്മളെ ബോഡി ഫയർ അപ്പ് ചെയ്യാന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. അപ്പം ഒരു 5 to 6 or 7 minutes സ്ലോ ജോഗിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക, then ആക്ടിവേറ്റ് എല്ലാ മസിൽസും ആക്ടിവേറ്റ് ചെയ്യുക, മൊബിലൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ വാം-അപ്പിൽ ഡെയിലി മൊബിലൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഇഞ്ചുറി ചാൻസ് കുറയ്ക്കാനും പറ്റും. അപ്പം അതൊരു ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങളിപ്പോൾ എവറി ഇൻഡിവിജ്വൽ ചെയ്യേണ്ട മൊബിലിറ്റി എക്സസൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക, ഏതൊക്കെയാണ് നിങ്ങളുടെ നീഡായിട്ടുള്ള മൊബിലൈസ് ചെയ്യുന്ന എക്സസൈസ് ഏതൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് ഡെയിലി വാം-അപ്പിൽ എപ്പോഴും മൊബിലിറ്റി ആഡ് ചെയ്യാൻ നോക്കുക. കാരണം അത് നിങ്ങളെ വളരെയേറെ സഹായിക്കും. ആൻഡ് ദെൻ പൊട്ടൻഷ്യേറ്റ്, നമുക്ക് ABC ഡ്രിൽസ് അതൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ ഫാസ്റ്റ് ബോളിങ്ങിൽ പറഞ്ഞു റണ്ണിങ് മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാസ്റ്റ് ബോളേഴ്സിൽ മാത്രമല്ല, ഫാസ്റ്റ് ബോളേഴ്സിൽ കുറച്ച് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും റണ്ണിങ് മെക്കാനിക്സ് ആസ് എ അത്ലീറ്റ്, എല്ലാ അത്ലീറ്റ്സും എനി സ്പോർട്ട് എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ റണ്ണിങ് മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് വാം-അപ്പിൽ എപ്പോഴും ABC ഡ്രിൽസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ABC ഡ്രിൽസിന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റണ്ണിങ് മെക്കാനിക്സ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം റണ്ണിങ് മെക്കാനിക്സ് ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ ABC ഡ്രിൽസ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ABC ഡ്രിൽസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പം പ്രോപ്പറായി ചെയ്യാതെ നിങ്ങളുടെ റണ്ണിങ് മെക്കാനിക്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ABC ഡ്രിൽസ് നിങ്ങൾ പ്രോപ്പറായി ചെയ്യാതെ ഒരു 60 to 70% ചെയ്താൽ പോലും വാം-അപ്പിന് നിങ്ങൾക്ക് വാം ആവാൻ സഹായിക്കും. പക്ഷെ അതുകൂടെ തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഫോം എൻഷുർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഡെയിലി അത് വാം-അപ്പ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ റണ്ണിങ് മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്യാൻ വളരെ സഹായിക്കുക. ഫാസ്റ്റ് ബോളേഴ്സ് ഒക്കെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിലേക്ക് വളരെ വലിയൊരു മാറ്റം അത് കൊണ്ടുവരും. സോ ABC ഡ്രിൽസ് എങ്ങനെ പ്രോപ്പറായി ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ABC ഡ്രിൽസ് അപ്പം എ ഡ്രിൽ ഉണ്ട്, ബി ഡ്രിൽ ഉണ്ട്, സി ഡ്രിൽ ഉണ്ട്. അപ്പം ഈ 3 ഡ്രില്ലും സ്റ്റാറ്റിക് ആയിട്ടും ഡൈനാമിക് ആയിട്ടും പ്രോഗ്രസ് ചെയ്തിട്ടാണ് കൊണ്ടുവരേണ്ടത്. അപ്പം നമുക്കിപ്പോൾ അത് ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് ടീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ലേറ്റർ സ്റ്റേജിൽ നമുക്ക് പോസിബിൾ ആണെങ്കിൽ നമുക്കത് ഒരു സെഷൻ പോലെ ചെയ്യാം. അപ്പൊ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അത് പ്രോപ്പർ ആയിട്ട് വാം-അപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ കൂൾ ഡൗൺ. അപ്പം കൂൾ ഡൗൺ വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൂൾ ഡൗൺ. കാരണം നമുക്കറിയാം കൂൾ ഡൗണിന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാക്റ്റിക് ആസിഡ് ഫ്ലഷ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം അത് ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇഞ്ചുറി ചാൻസസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഇപ്പം സ്റ്റേറ്റ് ടീംസിനൊക്കെ പോകുമ്പോൾ
കണ്ടുവരുന്നത് ഐസ് ബാത്തിങ് ആണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കൂൾ ഡൗണിൽ യൂസ് ചെയ്യുന്ന റിക്കവറി മെത്തേഡ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ലാക്റ്റിക് ആസിഡ് റിമൂവ് ചെയ്യാനും ഹാർട്ട് റേറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കൂൾ ഡൗണിന്റെ ബേസിക് ഒബ്ജക്റ്റീവ്. സോ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ബെറ്റർ ടു ഡു ഐസ് ബാത്ത് ഓർ സ്വിമ്മിങ് റാദർ ദാൻ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്. അപ്പം നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഇപ്പം അക്കാഡമിക്സിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സെന്റേഴ്സിൽ നിന്നൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കൂൾ ഡൗണിൽ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ് ചെയ്തു വരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഓൺലി ഹെൽപ്പ് ടു റെഡ്യൂസ് മസിൽ സ്റ്റിഫ്നെസ്. മസിൽ സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ മാത്രമേ ഉള്ളൂ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ കൂൾ ഡൗണിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ലാക്റ്റിക് ആസിഡ് റിമൂവ് ചെയ്യുക, ഹാർട്ട് റേറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ലാക്റ്റിക് ആസിഡ് റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ കൂട്ടേണ്ടത് ആവശ്യമാണ്. അപ്പം ഈ ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണ് ലാക്റ്റിക് ആസിഡ് ഫ്ലഷ് ഔട്ട് ആവുള്ളൂ. അപ്പം നിങ്ങൾ സ്റ്റാറ്റിക് സ്ട്രെച്ച് ചെയ്യുന്നതിലൂടെ ഈ ലാക്റ്റിക് ആസിഡ് ഫ്ലഷ് ഔട്ട് ആവില്ല. അപ്പം ലാക്റ്റിക് ആസിഡ് എന്താണെന്ന് ഞാൻ പറയാം. ലാക്റ്റിക് ആസിഡ് ഒരു ഓർഗാനിക് ആസിഡ് ആണ്. നല്ല മസിൽ ടിഷ്യൂസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡാണ്. അത് നിങ്ങളുടെ പ്ലേയിങ്ങിലൊക്കെ അത് ആ ടൈമിനാണ് അത് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അത് റിമൂവ് ചെയ്യുക, അത് ഫ്ലഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് കൂൾ ഡൗണിന്റെ ഒബ്ജക്റ്റീവ്. അപ്പം നിങ്ങൾ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ അത് നടക്കുന്നില്ല. അപ്പം നമ്മൾ ബേസിക്കായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആക്റ്റീവ് ആയിട്ടുള്ള എനി ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിക്കുക. കാരണം സ്ലോ ജോഗിങ് ഒക്കെ മോസ്റ്റ് കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. സ്ലോ ജോഗിങ് കൂൾ ഡൗൺ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയൊരു അറിവായിരിക്കും. കാരണം കൂൾ ഡൗൺ സ്ലോ ജോഗിങ് ചെയ്യാന്ന് കാരണം നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ ലാക്റ്റിക് ആസിഡ് ഫ്ലഷ് ഔട്ട് ആവുള്ളൂ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ലോ ജോഗിങ് അല്ലെങ്കിൽ സ്വിമ്മിങ് ഒക്കെ ചെയ്യാൻ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് നമുക്ക് സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, അത് നമുക്ക് സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ. അപ്പം അത് കൂൾ ഡൗൺ, അതുകൊണ്ട് നിങ്ങളുടെ റിക്കവറി ഫാസ്റ്റ് ആവും അങ്ങനെയൊന്നുമില്ല. അപ്പം ഈ ഒരു മെത്തേഡ് ഒന്നുകൂടി നോക്കുക, ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. കാരണം സ്ലോ ജോഗിങ് അല്ലെങ്കിൽ സ്വിമ്മിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൂൾ ഡൗണിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇഞ്ചുറി പ്രിവെൻഷൻ. ഞാൻ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ പ്രീഹാബ്, എനിക്കറിയില്ല എത്രത്തോളം പേർക്ക് ഇതിലിരിക്കുന്ന എത്രത്തോളം പേർക്ക് പ്രീഹാബ് എന്നുള്ള ഒരു മെത്തേഡിനെ കുറിച്ച് അറിയുന്നു. കാരണം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും റീഹാബിലിറ്റേഷൻ. റീഹാബ് അറിയാത്ത ആരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പം റീഹാബിലിറ്റേഷൻ പോലെ തന്നെയുള്ള വേറൊരു കോൺസെപ്റ്റാണ് പ്രീഹാബ്. പ്രീഹാബിന്റെ ഒബ്ജക്റ്റീവ് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യുക. അത് ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രീഹാബിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആസ് എ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് നിങ്ങൾ വീക്ക്ലി വൺസ് എങ്കിലും ഒരു പ്രീഹാബ് സെഷൻ ചെയ്യേണ്ടത്, ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പ്രീഹാബ് സെഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രീഹാബിനോട് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, ഇപ്പോൾ ഒരു ഫാസ്റ്റ് ബോളർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പർ ആണെങ്കിലോ നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന കുറെ ഇഞ്ചുറീസ് ഉണ്ടാവും, കുറെ ഏരിയസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിക്കറ്റ് കീപ്പിംഗ്, ഹിപ്പ് ഫ്ലെക്സേഴ്സ്. അപ്പം അങ്ങനെ കുറെ കോമൺ ആയിട്ട് വരുന്ന ഇഞ്ചുറീസ് ഉണ്ടാവും. ആ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഇഞ്ചുറീസ് ഫോക്കസ് ചെയ്തിട്ട്, കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഇഞ്ചുറീസ് ഫോക്കസ് ചെയ്തിട്ട് ഒരു പ്രീഹാബ് പ്രോട്ടോകോൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു ശതമാനം ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇഞ്ചുറി പ്രിവെൻഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇഞ്ചുറി വരുന്നതിന് മുമ്പ് അതൊക്കെ വരുന്നതിന് മുമ്പ് അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതൊരു അത്ലറ്റിനെ സംബന്ധിച്ച് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പം അത് പ്രീഹാബ് എന്നൊരു പ്രോട്ടോകോൾ എപ്പോഴും വീക്ക്ലി വൺസ്, ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാം വീക്ക്ലി 5 day ട്രെയിനിങ് ആണ്. അതായത് ഒരു വെൽ കണ്ടീഷൻഡ് അത്ലറ്റ് ആണെങ്കിൽ 3 സ്ട്രെങ്ത് സെഷൻസും 2 കണ്ടീഷനിങ്ങും 6th day പ്രീഹാബ് കൊടുക്കും. അപ്പം അത് ഒരു മാക്സിമം 40 to 45 minutes അതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പ്രീഹാബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പരിധി വരെ നിങ്ങളെ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു കാര്യം, ഇഞ്ചുറി പ്രിവെൻഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം വെയിറ്റ് റൂമിലാണെങ്കിലോ ഫീൽഡിലാണെങ്കിലോ ഒക്കെ നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ഫോം എൻഷുർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം.
കാരണം ഒരുപാട് ഇഞ്ചുറീസ് നിങ്ങൾ ഒരിക്കലും ട്രെയിൻ ചെയ്യുന്നതിനോട് ഇപ്പൊ പലർക്കും പേടിയുണ്ട്, ട്രെയിൻ ചെയ്താൽ ഇഞ്ചുറി വരുമോ. അപ്പം ട്രെയിൻ ചെയ്യുന്നതിനോട് ഇഞ്ചുറി വരാൻ പോകുന്നില്ല, അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിലാണ് നിങ്ങൾക്ക് ഇഞ്ചുറി വരാൻ പോകുന്നത്. അപ്പം ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഡ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ പ്രോപ്പറായിട്ടുള്ള ഫോം നിങ്ങൾ പഠിച്ചെടുക്കണം. ABC ഡ്രിൽസ് ഒക്കെ പറഞ്ഞ പോലെ ഏതൊരു ഡ്രില്ലാണെങ്കിലും ഏതൊരു എക്സസൈസ് ആണെങ്കിലും അത് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ പ്രോപ്പർ ഫോമിൽ അത് ചെയ്യാൻ നോക്കുക, അത് പഠിച്ചെടുക്കാൻ നോക്കുക. അപ്പൊ അത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇഞ്ചുറി ചാൻസ് കുറവായിരിക്കും. കാരണം അത് ഒരു എക്സസൈസ് ഒരു ഡ്രില്ലിന്റെ ആ ഒരു പ്രോപ്പർ ഫോം മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇഞ്ചുറി ചാൻസ് ഉണ്ട്. കാരണം ഒരു സ്ക്വാട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് പ്രോപ്പറായിട്ടല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്ക്വാട്ട് നിങ്ങൾക്ക് ഇഞ്ചുറിയാണ് തരാൻ പോകുന്നത്. അപ്പം എപ്പോഴും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ പോലും പ്രോപ്പറായിട്ടുള്ള ഫോം എൻഷുർ ചെയ്യാൻ നോക്കുക, അത് കറക്റ്റായിട്ട് പഠിക്കാൻ നോക്കുക, എന്നിട്ട് മാത്രം ട്രെയിനിങ്ങിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രെയിനിങ് അണ്ടർ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. കാരണം നിങ്ങൾ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡിമാൻഡ്, നിങ്ങളുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്പോർട്ട് ഡിമാൻഡ് ചെയ്യുന്നത് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം എക്സ്പെർട്ടൈസിൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങളുടെ അക്കാഡമീസിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പം അല്ലാതെ നിങ്ങളിപ്പം ബ്രേക്കിനോ ഒക്കെ വെക്കേഷനൊക്കെ നാട്ടിൽ പോകുമ്പോഴോ ഒക്കെ ട്രെയിൻ ചെയ്യുമ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ട്രെയിൻ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിലും അത് വെൽ ട്രെയിൻഡ് അല്ലെങ്കിലും നിങ്ങൾക്ക് ഇഞ്ചുറി ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരു ഇഞ്ചുറി നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഷോൾഡറിൽ നിങ്ങളിപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഷോൾഡറിൽ ഒരു ചെറിയൊരു സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ ചെറിയൊരു പെയിനോ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ട്രെയിനറിൻ്റെ അടുത്തോ ഫിസിയോസിൻ്റെ അടുത്തോ അത് എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാം. കാരണം അതിലൂടെ നിങ്ങൾക്ക് നല്ലതേ ഉള്ളൂ. കാരണം ഒരു ഇഞ്ചുറി എത്ര പെട്ടെന്ന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നോ അത്രയും എളുപ്പമാണ് അത് ട്രീറ്റ് ചെയ്യാനാണെങ്കിലോ അത് നമുക്ക് മാറ്റിയെടുക്കാനാണെങ്കിലോ അത് എല്ലാം വളരെ എളുപ്പമായിരിക്കും, എത്ര പെട്ടെന്ന് അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അപ്പം ഒരു ഇഞ്ചുറി വെച്ചിട്ട് കളിക്കാതിരിക്കുക, പ്രാക്ടീസ് ചെയ്യാതിരിക്കുക, അത് പറയാതിരിക്കരുത്. കാരണം അത് പറയാതിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം. അപ്പം എത്രത്തോളം ലേറ്റ് ആവുന്നു അത്രത്തോളം ഇഞ്ചുറി കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും പെട്ടെന്ന് ഇഞ്ചുറീസ് അഡ്രസ് ചെയ്യാൻ നോക്കുക. പിന്നെ റിക്കവറി റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇഞ്ചുറി പ്രിവെൻഷനിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര വെയിറ്റ് ലോഡ് ചെയ്യുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര ലാപ്സ് ഓടുന്നു എന്നുള്ളതോ ഒന്നുമല്ല ഫിറ്റ്നസ്സിൽ. അതൊന്നും ഫിറ്റ്നസ്സിൽ ഒരു മാറ്ററേ അല്ല. അപ്പോൾ നിങ്ങൾ എത്ര പ്രൊഫഷണൽ ആയിട്ടാണ്, എത്ര കൺസിസ്റ്റന്റ് ആയിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിറ്റ്നസ്സിൽ. അപ്പം അതുപോലെ തന്നെ റിക്കവറി, റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വീക്ക്ലി വൺസ് എങ്കിലും കംപ്ലീറ്റ് ഒരു ഡേ കംപ്ലീറ്റ് ഓഫ് എടുക്കാൻ നോക്കുക. കാരണം ബോഡി ടയർഡ് ആവും നിങ്ങളുടെ. അപ്പം അത് റെസ്റ്റ്, ഒരു ബോഡിക്ക് ഒരു ഡേ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ ഇപ്പം ഓവർ ട്രെയിൻഡ് ആയിട്ട് നമുക്ക് ഇഞ്ചുറി വരുന്നത് നമുക്കറിയാം. ഓവർ ട്രെയിൻഡ് ആയിട്ട് അപ്പം അത് മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഓവർ ട്രെയിൻഡ് ആയാലും ഇഞ്ചുറി വരും. നിങ്ങൾ അറിയുമെന്ന് അറിയില്ല എനിക്ക്. അണ്ടർ ട്രെയിൻഡ് ആയാലും ഇഞ്ചുറി വരും. അപ്പോൾ അണ്ടർ ട്രെയിൻഡ് ആയാലും ഓവർ ട്രെയിൻഡ് ആയാലും ഇഞ്ചുറി ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എപ്പോഴും പിടിക്കാൻ നോക്കുക. കാരണം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സമയം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആ സ്വീറ്റ് സ്പോട്ടിൽ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇഞ്ചുറി ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ വർക്ക് ലോഡ് മോണിറ്റർ ചെയ്യണം. അപ്പം വർക്ക് ലോഡ് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വീറ്റ് സ്പോട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ഈ വർക്ക് ലോഡ് മോണിറ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും നിങ്ങൾ അണ്ടർ ട്രെയിൻഡ് ആണോ അല്ലെങ്കിൽ ഓവർ ട്രെയിൻഡ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ടിലാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിന് വർക്ക് ലോഡ് മോണിറ്റർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ എനർജി ഒക്കെ കറക്റ്റ് അസസ് ചെയ്യാൻ മോണിറ്റർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. കാരണം ഈ RP സ്കെയിൽ പോലെയുള്ള സ്കെയിൽ നിങ്ങൾക്ക്
കറക്റ്റായിട്ട് നിങ്ങളുടെ RP സ്കെയിലൊക്കെ ഔട്ട് ഓഫ് 10 കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ RP നമ്പറൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ വർക്ക് ലോഡ് മോണിറ്റർ ചെയ്യാൻ എളുപ്പമായിരിക്കും. വർക്ക് ലോഡ് മോണിറ്റർ ചെയ്യാൻ ACWR എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പം അതിൽ കുറെ മെട്രിക്സ് ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അണ്ടർ ട്രെയിൻഡ് ആണോ, വീക്ക്ലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ലോഡ് അനുസരിച്ചിട്ട് അണ്ടർ ട്രെയിൻഡ് ആണോ, വെൽ സ്വീറ്റ് സ്പോട്ടിലാണോ, അല്ലെങ്കിൽ ഓവർ ട്രെയിൻഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ ട്രെയിനറിന്റെ റോളാണ്. അപ്പോൾ നിങ്ങളുടെ ACWR ചെയ്യുന്നതോ വർക്ക് ലോഡൊക്കെ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ഈ നിങ്ങളുടെ RP സ്കോർ ഔട്ട് ഓഫ് 10 അത് നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സ്കെയിൽ, അതും ഡോംസും, അതായത് നിങ്ങളുടെ മസിൽ സോർനെസ് എത്രയാന്നുള്ളത്. അപ്പം ആ രണ്ട് സ്കെയിലും നിങ്ങൾക്ക് കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എവറി സെഷൻ ആഫ്റ്റർ എല്ലാ സെഷന് ശേഷവും എല്ലാ മാച്ചിന് ശേഷവും ഡെയിലി ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബോഡി ടയർഡ് ആവുന്നുണ്ടോ, സോർനെസ് കൂടുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ലേറ്റസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റ് വേണമെങ്കിൽ, റിക്കവറി വേണമെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അതൊന്ന് ഞാൻ ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നതാണത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. സോ പിന്നെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എനിക്കറിയില്ല എത്രത്തോളം പേർക്ക് അറിയാം, റിട്ടേൺ ടു പ്ലേ എന്ന് പറഞ്ഞൊരു ഒരു മെത്തേഡ് ഉണ്ട്. റിട്ടേൺ ടു പ്ലേ ഒരു പ്രോട്ടോകോൾ ആണ്. കാരണം നിങ്ങൾക്ക് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ACL ഇഞ്ചുറി വന്ന ഒരു അത്ലറ്റ് ആണെങ്കിൽ നിങ്ങൾ തിരിച്ച് ഗെയിം മാച്ച് ഫിറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് കുറെ ഫേസ് കടക്കേണ്ടതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പം ACL ഇഞ്ചുറി ആണ് വന്നെങ്കിൽ ഇപ്പൊ ഇഞ്ചുറി സർജറി ആവശ്യമാണെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലിനിക്കൽ ആയിട്ടുള്ള 2 phases ചെയ്യാൻ പോകുന്നത് ഫിസിയോസ് ആണ്. അപ്പൊ ആ 2 phases കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും ഈ 2 ഫിസിയോസ് ചെയ്യുന്ന 2 ഫേസ് കഴിഞ്ഞാൽ അവര് വിചാരിക്കുന്നത് ഓക്കെ ഞാൻ മാച്ച് ഫിറ്റ് ആണ്, ബാക്ക് ടു ഗ്രൗണ്ട് എന്നുള്ള ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഏതൊരു ഇഞ്ചുറി, ACL ഇഞ്ചുറിന്റെ മാത്രമല്ല, ഏതൊരു ഇഞ്ചുറി നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാലും ഈ ഫിസിയോസ് ചെയ്യുന്നത് ഫസ്റ്റ് 2 phases മാത്രമാണ്. അത് കഴിഞ്ഞാൽ റിട്ടേൺ ടു പ്ലേ എന്ന് പറഞ്ഞ 2 phase കൂടി ഉണ്ട്. ഈ 2 phase കൂടി നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾ മാച്ച് ഫിറ്റ് ആവുന്നു. അപ്പൊ അതില്ലാതെ നിങ്ങൾ ഈ എന്താ പറയാ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റീഹാബ് ആയിട്ട് നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് തിരിച്ചൊരു ഇഞ്ചുറിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ അത് ഇഞ്ചുറി വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇഞ്ചുറി വരുന്നത് ഏതൊരു അത്ലറ്റിനെ സംബന്ധിച്ചും ഒരു നല്ല കാര്യമല്ല. പക്ഷെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ നമുക്ക് ഒരു മോശം കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലാക്കി എടുക്കാനുള്ള ഒരു മിടുക്കുണ്ടാവണം നമ്മളെ ഫ്യൂച്ചറിൽ. അപ്പം ഒരു ഇഞ്ചുറി വന്നാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ തിരിച്ച് ബാക്ക് ടു ഗ്രൗണ്ട്, നിങ്ങൾ തിരിച്ച് ക്രിക്കറ്റിലേക്ക് പോകുമ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു അതിലും ഫിറ്റായിട്ട് പോവാനുള്ള ഒരു മെന്റാലിറ്റിയാണ് വേണ്ടത്. അപ്പം അതിന് പറ്റും, നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇപ്പം നിങ്ങൾ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സർജറി ആവശ്യമായിരുന്നു, സർജറി ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ ക്ലിനിക്കലായിട്ടുള്ള 2 phases ഫിസിയോ ചെയ്തു, അടുത്ത 2 സെഷൻസ് ഈ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചസ് അടുത്ത 2 phases ചെയ്തു, RTP റിട്ടേൺ ടു പ്ലേ പ്രോട്ടോകോൾ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാലോ, നിങ്ങൾ പണ്ട് കളിച്ചിരുന്നേക്കാളും സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ എത്ര അത്ലറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇഞ്ചുറി വന്നിട്ട് തിരിച്ചു വരുമ്പം പണ്ടുണ്ടായിരുന്നേക്കാളും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അതിനുള്ള കാരണം പ്രോപ്പർ ആയിട്ടുള്ള റീഹാബ് ആൻഡ് റിട്ടേൺ ടു പ്ലേ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു അത്ലറ്റ് ആയിട്ട് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റും. അപ്പം അതിന് ആവശ്യമായിട്ട് വരുന്ന നമ്മുടെ RTP എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ RTP കൂടി ടിക്ക് ചെയ്തിട്ട് മാത്രമേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഒരു സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ACL ഇഞ്ചുറി വന്ന് അത്ലറ്റ് ഒരു ഇൻകംപ്ലീറ്റ് റീഹാബിന് ശേഷം തിരിച്ച് ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ സെയിം ഇഞ്ചുറി
വരാനുള്ള ചാൻസ് 66% ആണ്. അപ്പോൾ 66% ആ ഇഞ്ചുറി വീണ്ടും ആ അത്ലറ്റിന് തന്നെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് ഏതൊരു ഇഞ്ചുറി ആണെങ്കിലും, ഷോൾഡർ ആണെങ്കിലോ ബാക്ക് ആണെങ്കിലോ ഒക്കെ, ACL ആണെങ്കിലോ PCL ആണെങ്കിലോ ഒക്കെ ആ ചാൻസ് വളരെ കൂടുതലാണ്. മോർ ദാൻ 50 ആണ്. അപ്പം ACL ആണ് 66%. അപ്പം അത് മനസ്സിലാക്കി. അതാണ് നിങ്ങളിപ്പം സർജറി കഴിഞ്ഞ് തിരിച്ച് റീഹാബ് കഴിഞ്ഞിട്ടും പിന്നെ ആ ഇഞ്ചുറി ഒക്കെ അറിയുന്നത് ഇതുകൊണ്ടാണ്, ഈ റിട്ടേൺ ടു പ്ലേ പ്രോട്ടോകോൾ. അപ്പം ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഒരു അത്ലറ്റിന്, ഒരു പ്ലെയർക്ക് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ തിരിച്ച് മാച്ച് ഫിറ്റ് അവർക്ക് ഫിസിയോസും ട്രെയിനറും ടിക്ക് ചെയ്യണമെങ്കിൽ ഈ RTP ഫേസ് കൂടി ചെയ്യണം. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര ഹ്യൂജ് ആയിട്ടുള്ള വെയിറ്റ് ആണോ ലിഫ്റ്റ് ചെയ്യുന്നതെന്നുള്ളതല്ല, അതിന്റെ പ്രോപ്പർ ഫോം എൻഷുർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വാട്ടർ റെക്കമെൻഡേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഏതൊരു കോമൺ മാനിനും ആവശ്യമാണ്. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടയർഡ് ആവും, നമ്മുടെ ഫോക്കസ് കുറയും. അപ്പം ആസ് എ ക്രിക്കറ്റർ നമുക്കറിയാം, വളരെ കോൺസെൻട്രേഷൻ ആണെങ്കിലും കോർഡിനേറ്റീവ് എബിലിറ്റീസ് ആണെങ്കിലും ഒക്കെ വളരെ ഹൈലി ഡിമാൻഡുള്ള ഒരു ഗെയിമാണ്. അപ്പം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ നോക്കുക. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഒരു ട്രെയിനിങ് ആണെങ്കിലോ ഒരു മാച്ചിനൊക്കെ മുമ്പാണെങ്കിലോ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഒറ്റ ഇരിപ്പിന് ലിറ്റേഴ്സ് വെള്ളം കുടിക്കുക എന്നുള്ളതാകുന്നത് നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ്. സിപ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിപ്പായിട്ട് നിങ്ങളെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആണോ ഡീഹൈഡ്രേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സ്കെയിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് യൂറിൻ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഹൈഡ്രേറ്റഡ് ആണോ ഡീഹൈഡ്രേറ്റഡ് ആണോ എന്ന് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതും കൂടി ഞാൻ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഹൈഡ്രേറ്റഡ് ആണോ ഡീഹൈഡ്രേറ്റഡ് ആണോ എന്ന് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഒരു ആഫ്റ്റർ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ആഫ്റ്റർ മാച്ചോ നിങ്ങളുടെ വെയിറ്റ് ലോസ് സംഭവിക്കും. ഇപ്പം ഇഞ്ചുറി ഒരു ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാച്ചിന് ശേഷം പ്രീ മാച്ച് എടുത്ത വെയിറ്റ് ആയിരിക്കില്ല പോസ്റ്റ് മാച്ച് ഉണ്ടാവും. അപ്പം അതിന് കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ വെയിറ്റ് ലോസ് സംഭവിക്കുമ്പോൾ ഫോർ 1 kg, ഒരു കിലോഗ്രാമിന് നിങ്ങൾ 1.5 ലിറ്റർ ഫ്ലൂയിഡ് ആവശ്യമാണ്, കൺസ്യൂം ചെയ്യണം. അപ്പം ഒരു 1 kg ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റ് ലോസിന് 1.5 ലിറ്റർ ഫ്ലൂയിഡ് ആവശ്യമാണ്. അപ്പം എപ്പോഴും സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം. അത് നിങ്ങൾ അങ്ങനെ ഒരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്ലറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റിക്കവറി ഫാസ്റ്റ് ആക്കാനും നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാനും ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഈ വെള്ളം നന്നായിട്ട് കുടിക്കുന്നതോട് സഹായിക്കും. ഓക്കെ, അപ്പം ഈ പറയുന്നത് ട്രെയിനിങ്ങിന്റെ സമയത്ത് മാത്രമല്ല ഈ വെള്ളം കുടിക്കേണ്ടത്. രാവിലെ ഉണരുമ്പോൾ ആണെങ്കിലോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഒക്കെ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് ഉണരാനൊക്കെ ശ്രമിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് റിക്കവറിയാണ്. റിക്കവറി ഞാൻ സ്ലൈഡിൽ പറഞ്ഞ പോലെ, റിക്കവറി എന്ന് വെച്ചാൽ റീസ്റ്റോറേഷൻ ആണ്. റിക്കവറി മീൻസ് റീസ്റ്റോറേഷൻ. അപ്പം നമുക്കറിയാം, എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ലിസൺ ടു യുവർ ബോഡി. ഒബ്വിയസ്ലി യുവർ ബോഡി ഗെറ്റ് ടയർഡ്. അപ്പം അറ്റ് സെർട്ടൻ സ്റ്റേജ് യുവർ ബോഡി ഡസ് നീഡ് റെസ്റ്റ്. അപ്പം സോ യു നീഡ് ടു റെസ്പെക്ട് ദാറ്റ്. അപ്പം നമ്മൾ റെസ്റ്റ് ആവശ്യമാണ്. ബോഡി എന്തായാലും ടയർഡാവും. ഒരു സെർട്ടൻ സ്റ്റേജ് കഴിഞ്ഞാൽ ബോഡി എന്തായാലും ടയർഡാവും. അവിടെ നമ്മൾ അതിന് റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന റിക്കവറി മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഐസ് ബാത്ത് ആണ് ആൻഡ് സ്വിമ്മിങ്. അപ്പം അതാണ് നമുക്ക് കുറച്ചുകൂടി അവൈലബിൾ ആയിട്ടുള്ളതും ഒക്കെ. അപ്പം മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഐസ് ബാത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഐസ് ബാത്ത് നോട്ട് സ്യൂട്ടബിൾ ഫോർ എവരി വൺ. അപ്പം എല്ലാവർക്കും ഐസ് ബാത്ത് സ്യൂട്ടബിൾ ആയിക്കോണമെന്നില്ല. കാരണം ഈ എക്സ്ട്രീം കോൾഡ് ആണ് ഐസ് ബാത്ത്. അപ്പം എക്സ്ട്രീം കോൾഡ് ടോളറേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കോളണമെന്നില്ല. അപ്പം അങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പൂൾ സെഷൻസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ റിക്കവറി ആവശ്യമാണ്. അപ്പം നിങ്ങൾ ഈ സ്റ്റാറ്റിക് സ്ട്രെച്ച് കൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടോ ബാക്കി മെത്തേഡ്സ് കൊണ്ടോ
ഞങ്ങളുടെ റിക്കവറി റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് ചെയ്യണമെങ്കിൽ ഐസ് ബാത്ത് പോലുള്ള മെത്തേഡ്സ് ചെയ്യണം. അപ്പം ഐസ് ബാത്ത് ഷൂട്ട് ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ പൂൾ സെഷൻസ് ചെയ്യാൻ നോക്കുക. അത് ഒരു പരിധി വരെ നിങ്ങളുടെ റിക്കവറി ഫാസ്റ്റ് ആവാൻ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ലാക്റ്റിക് ആസിഡ് ഫ്ലഷ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഒബ്ജക്റ്റീവ്. അപ്പം അതിനു വേണ്ടിയുള്ള മെത്തേഡ്സ് ഒക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാകുന്നത് വെച്ചാൽ, every different training loads take different amount of time to recover. So മാച്ച് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ആണെങ്കിലോ ഒക്കെ നിങ്ങളുടെ ട്രെയിനിങ് ലോഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ട്രെയിനിങ് ലോഡ് ഡിഫറെൻ്റ് ആവുമ്പോൾ നിങ്ങളുടെ റിക്കവർ ആവാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള റിക്കവറി മെത്തേഡ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. ഹെവി ലോഡാണ്, ഹെവി ട്രെയിനിങ് ലോഡ് ആയിരുന്നെങ്കിൽ നല്ല റിക്കവറി, ഐസ് ബാത്ത് പോലുള്ള നല്ല റിക്കവറി മെത്തേഡ്സ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ മൂവിങ് ഓൺ. നെക്സ്റ്റ്, ഗോ ടു ബെഡ് ഏർലി, റൈസ് അപ്പ് ഏർലി. സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് റിക്കവറിയിലും കൂടുതലായിട്ട് പറയാനുള്ള സ്ലീപ്പിനെ കുറിച്ചായിരുന്നു. അപ്പം നെക്സ്റ്റ് ഒരു സ്ലൈഡ് ഞാൻ സ്ലീപ്പിന് വേണ്ടി തന്നെ മാറ്റി വെച്ചത് അതിന് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറയാലോ, ബെറ്റർ ആൻഡ് ലോങ്ങർ സ്ലീപ്പ് ഈക്വൽ ടു ബെറ്റർ പെർഫോമൻസ് ഞാൻ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഐ തിങ്ക് ദ ബെസ്റ്റ് റിക്കവറി ടൂൾ ഫോർ ആൻ അത്ലീറ്റ് ഈസ് സ്ലീപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഐസ് ബാത്ത് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, അല്ലെങ്കിൽ മസാജ് ഉണ്ട്, സോന, അങ്ങനത്തെ കുറേ മെത്തേഡ്സ് ഉണ്ട്, റിക്കവറി മെത്തേഡ്സ്. ബട്ട് I think the best recovery tool for an athlete is sleep. So there is no better recovery than a good 8 to 9 hours of sleep for an athlete. So നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഐസ് ബാത്ത് ഉണ്ട്, മസാജ് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, സോന ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം എനി അതർ സോർട്ട് ഓഫ് റിക്കവറി മെത്തേഡ് ഇൻ യൂസ്. സോ നത്തിങ് ക്യാൻ ബീറ്റ് സ്ലീപ്പ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്ന ഒരു റിക്കവറി മെത്തേഡാണ് സ്ലീപ്പ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് റിക്കവറി ടൂൾ. അപ്പം സ്റ്റഡീസ് തെളിയിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നതാണ്. അപ്പം അത് 8 to 9 hours പ്രോപ്പർ സ്ലീപ്പ് നിങ്ങൾ എപ്പോഴും എൻഷുർ ചെയ്യാൻ നോക്കുക. അപ്പം അത് നിങ്ങളുടെ ബെറ്റർ പെർഫോമൻസിനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായി പറയാനുള്ളത് വെച്ചാൽ, സർക്കാഡിയൻ റിതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സർക്കാഡിയൻ റിതം. അപ്പം സർക്കാഡിയൻ റിതം, നോ ബിഗ് സയൻസ്, ജസ്റ്റ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ. നമ്മളെ സ്ലീപ്പ് വേക്ക് സൈക്കിളാണ് സർക്കാഡിയൻ റിതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലൂടെ ഒന്നുമില്ല, സ്ലീപ്പ് ഏർലി ഗെറ്റപ്പ് ഏർലി. അപ്പം നമുക്കറിയാം, നമ്മുടെ ഫിസിക്കലി ഹ്യൂമൻ ബോഡി ഫിസിക്കലി റിപ്പയർ ചെയ്യുന്നത് ബിറ്റ്വീൻ 10 PM and 2 AM ആണ്. രാത്രി ബിറ്റ്വീൻ 10 PM and 2 AM. അപ്പം ഫ്രം 2 AM to 6 AM ഇത് നമ്മുടെ ബാക്കി, അതായത് 10 PM to 2 AM ഫിസിക്കലി റിപ്പയർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 AM to 6 AM സൈക്കോളജിക്കൽ റിപ്പയർ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിപ്പയർ ആണ് 2 AM to 6 AM നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ കോൺസ്റ്റന്റ്ലി അത് ഡിപ്രൈവ് ചെയ്യുകയാണെങ്കിൽ, ഈ ഫിസിക്കൽ റിപ്പയറിങ് കോൺസ്റ്റന്റ് ആയിട്ട് 10 AM അത് 10 PM to 2 AM ഫിസിക്കലി ഉള്ളത്, 2 AM to 6 AM സൈക്കോളജിക്കൽ റിപ്പയർസ് ആണ് നടക്കുന്നത്. അപ്പം അത് കോൺസ്റ്റന്റ്ലി നിങ്ങളത് ഡിപ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബണ്ടിലായിരിക്കും നിങ്ങൾക്ക് എവറി ഇൻഡിവിജ്വൽ ഭയങ്കര ബണ്ടിലായി മാറും. കാരണം അത് ഒരിക്കലും ഡെഫിനറ്റ്ലി നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ആസ് എൻ അത്ലീറ്റ് ഓൾസോ. ബിക്കോസ് ഈ സൈക്കോളജിക്കൽ റിപ്പയറിങ്ങും ഫിസിക്കൽ റിപ്പയറിങ്ങും നിങ്ങൾ കോൺസ്റ്റന്റ്ലി നിങ്ങൾ ഡിപ്രൈവ് ചെയ്യുകയാണെങ്കിൽ, അതൊരു അത്ലറ്റ് ആണെങ്കിലും ഒരു ഹ്യൂമൻ ആണെങ്കിലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമുക്ക് മോശം രീതിയിലായിരിക്കും നമ്മളെ ബാധിക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി സ്റ്റേ ആൻഡ് സിങ്ക് വിത്ത് നേച്ചറായിട്ട് സിങ്ക് ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ മെലാറ്റനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. മെലാറ്റനിൻ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പം ഈ മെലാറ്റനിൻ ലെവൽ സ്റ്റാർട്ട് ടു റൈസ് ഏർലി
ഏർലി ഈവനിങ്ങിലാണ് ഈ മെലാറ്റനിൻ റൈസ് ചെയ്യുക. അപ്പം ലേറ്റ് ആഫ്റ്റർനൂണിൽ രാത്രി ഏത് കീപ് ത്രൂ ദ നൈറ്റ് ആൻഡ് ഫോൾസ് ഏർലി ഇൻ ദ മോർണിംഗ്. സോ എന്താ പറയാ, അതാണ് നിങ്ങളുടെ ഈ മെലാറ്റനിനാണ് നിങ്ങളുടെ ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി നിങ്ങളുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ടേണിംഗ് ഓൺ ടു മെനി ബ്രൈറ്റ് ലൈറ്റ്സ് ഓർ സ്ക്രീൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ, ടാബ് അങ്ങനെ പോലുള്ള നമുക്ക് എക്സസീവ് ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതൊക്കെ ലേറ്റ് നൈറ്റിൽ ഉറങ്ങുന്നതിന് മുമ്പും ഈ ബ്രൈറ്റ് ലൈറ്റും അല്ലെങ്കിൽ സ്ക്രീൻസ് ഒക്കെ ഡിസ്റപ്റ്റ് മെലാറ്റനിൻ പ്രൊഡക്ഷൻ. മെലാറ്റനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും ഈ ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിലോ സ്ക്രീൻ ലൈറ്റ് ആണെങ്കിലോ ഒക്കെ. അപ്പം അത് നമ്മുടെ സ്ലീപ്പിനെ വല്ലാതെ ബാധിക്കും. അപ്പം അത് ഹാർഡർ ടു സ്ലീപ്പ്. ഈ ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിൽ നമുക്കറിയാലോ. അപ്പം മെലാറ്റനിൻ പ്രൊഡക്ഷൻ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ലൈറ്റ്സ് ഓർ സ്ക്രീൻ അതൊക്കെ ഈ ഒരു ഈവനിങ് അവേഴ്സിൽ മെലാറ്റനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം വളരെ ബുദ്ധിമുട്ടുള്ളതാകും. അപ്പം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ബെഡ്റൂം ഐഡിയലി സ്ലീപ്പിങ്ങിന് ചൂസ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്കറിയാം, ബ്രൈറ്റ് ലൈറ്റ് ഇൻ ദ മോർണിംഗ് ആണ് നമ്മളെ വെയിക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം ഈ മാക്സിമം ലേറ്റ് നൈറ്റിലൊക്കെ ഈ മെലാറ്റനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ലൈറ്റും ബ്രൈറ്റ് ലൈറ്റും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് എന്താ പറയാ, ഡാർക്ക് ബെഡ്റൂമിൽ നോക്കുക. അതാണ് ബെറ്റർ സ്ലീപ്പിന് സഹായിക്കുന്നത്. സോ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കിറ്റിൽ, നിങ്ങൾ ആസ് എ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് നിങ്ങളുടെ കിറ്റിൽ വേണ്ട നെസസറി ആയിട്ട് വേണ്ട ഫിറ്റ്നസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ആണ്. നിങ്ങൾക്കറിയാം, ഫോം റോളർ നിങ്ങളുടെ സെൽഫ് മസാജിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫോം റോളർ. അപ്പം നമുക്കിപ്പം ആക്ടിവേറ്റ് ഞാൻ പറഞ്ഞ പോലെ വാമപ്പിലൊക്കെ ഫോം റോളർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൽഫ് മസാജ് ചെയ്യാവുന്നതാണ്. അതുപോലെ മാറ്റ് ആവശ്യമാണ്. ഈ ലക്രൂസ് ബോൾ എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. ലക്രൂസ് ബോൾ എന്ന് വെച്ചാൽ സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോളാണ്. അപ്പൊ ഈ നിങ്ങൾക്കറിയാം, ഫോം റോളർ യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ടിഷ്യൂസ് ഒന്നും റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലക്രൂസ് ബോൾ ഈ സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ റിലീസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ലക്രൂസ് ബോൾ കിറ്റിൽ വെക്കുക. ലൂബ് ബാൻഡ്സ്, നമുക്കറിയാം, ലൂബ് ബാൻഡ്സ് ആണെങ്കിൽ റെസിസ്റ്റന്റ് ബാൻഡ്സ് ആണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഈവൻ മൊബിലിറ്റി എക്സസൈസ് ആണെങ്കിലോ വാമപ്പിലാണെങ്കിലോ ഇനിയിപ്പോൾ ഇൻഡിവിജ്വലി ഇപ്പം ഇതുപോലെയൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് നിങ്ങളുടെ കിറ്റിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ജിം അവൈലബിൾ അല്ലെങ്കിൽ പോലും ഒരു വിധത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹോം വർക്കൗട്ട്സ് ഒക്കെ ഈ ബാൻഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ തെറാറ്റ്യൂബ് ആവശ്യമാണ്. ആൻഡ് തെറാബാൻഡും ഡിഫറെന്റ് ആണ്. തെറാബാൻഡ് ഒരു ബാൻഡാണ്. തെറാറ്റ്യൂബ് നമുക്കറിയാം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ തെറാബാൻഡ് നമുക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിന് കുറെ യൂസ് ചെയ്യാൻ പറ്റും ഈ തെറാബാൻഡ് ഒക്കെ. അപ്പം ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ കിറ്റിൽ എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ആസ് എ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ്. അപ്പം ചെറിയ കോസ്റ്റുള്ള ഈ കാര്യങ്ങളൊക്കെ. അപ്പം ക്രിക്കറ്റിൽ ബാറ്റ്, സ്പൈക്സ് അങ്ങനെയൊക്കെ പോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ കിറ്റിൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ സാർ. Yes, Vaishak, thank you so much. Thank you, sir. Thank you. It was very informative class. Thank you, sir. കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ട്രെയിനിങ്ങിനെ പറ്റി. Thank you. Hope all players and coaches also it was informative for you. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയ കാര്യം ഇതായിരുന്നു. അതായത് ട്രെയിനിങ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ട്രെയിൻ ചെയ്യണമെന്ന്. വെറുതെ ട്രെയിൻ ചെയ്താൽ പോരാ, പ്രൊഫഷണൽ ആയിട്ട് ട്രെയിൻ ചെയ്യണമെന്ന്. അപ്പം പ്രൊഫഷൻ എന്താണ്? ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊഫഷൻ. അപ്പം ആ ക്രിക്കറ്റ് കളി, ആ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഭയങ്കര വ്യക്തമായിട്ട് വൈശാഖ് പറഞ്ഞു. സോ അതിന്റെ ആസ്പദമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വൈശാഖ് സംസാരിച്ചത്. റിക്കവറി എത്ര ഇമ്പോർട്ടന്റ് ആണ് ട്രെയിനിങ്ങില്, റിക്കവറി ആൻഡ് ന്യൂട്രീഷൻ. ഓരോ ദിവസവും നമ്മൾ ഓരോ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിട്ട്
റിക്കവർ ആവേണ്ട ആവശ്യമാണ്. അപ്പം സ്ലീപ്പ് എത്ര ഇമ്പോർട്ടന്റ് ആണ്, ഹൈഡ്രേഷൻ, ഫുഡ് ഇൻടേക്ക്, ഇതെല്ലാം ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഒരുമിച്ച് വന്നാലേ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നതിന്റെ ഉള്ള ഗുണം നമുക്ക് ശരീരത്തിൽ കാണത്തുള്ളൂ. അപ്പം നിങ്ങളടുത്ത് ഒന്നും കൂടെ എൻകറേജ് ചെയ്യാനുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ടൈം ഉണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമില്ല. പക്ഷെ സെഷൻ നടക്കുമ്പോൾ തന്നെ ആ മെസ്സേജ് ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എഴുതിയിടുക. അപ്പം എഴുതിയിടുന്ന അനുസരിച്ച് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെഷൻ കഴിഞ്ഞിട്ട് പ്രസന്ററിന്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് അടുത്ത സെഷൻ തൊട്ട് നിങ്ങൾ മെസ്സേജ് ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് അറിയിക്കുക. എന്തായിരുന്നാലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് അറിയിച്ചാൽ അതിനനുസരിച്ച് പ്രസന്ററിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങള് ഓരോ ദിവസവും 3 ദിവസം നമുക്ക് ബ്രേക്ക് ഉണ്ട്. 3 ദിവസം നിങ്ങൾ കഴിഞ്ഞ സെഷൻസിനെ പറ്റി ആലോചിച്ചിട്ട് അതിനെപ്പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനേഴ്സിന്റെ അടുത്ത് ചോദിക്കാം. ഈ പ്രസന്റേഴ്സിന്റെ അടുത്ത് വീണ്ടും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് എഴുതി അറിയിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കഴിഞ്ഞ 2 അസൈൻമെന്റ്സ് മുമ്പിലുണ്ട്. ഗോൾ സെറ്റിംഗിന്റെ അസൈൻമെന്റും ഉണ്ടായിരുന്നു. പിന്നെ വാട്ട് ഈസ് സക്സസ് എന്നുള്ള ആ ഒരു അസൈൻമെന്റും ബാക്കിയുണ്ട്. കോച്ചസിന്റെ അടുത്ത് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി കോച്ചസ് തുടങ്ങിയിട്ടുണ്ട് അതിനെ. അപ്പം അതും ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ സെഷൻസ് കഴിയുന്ന മുമ്പിട്ട്. Okay, so next session will be on Saturday. It's another very important topic that's coming up about mental health. അപ്പം സ്റ്റെഫി മാം മെന്റൽ ഹെൽത്തിനെ പറ്റി സെഷൻ എടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും അതിനു വേണ്ടിയിട്ട് നെക്സ്റ്റ് സാറ്റർഡേ പ്രിപ്പയർ ആയി വരിക. Okay, so today we will taking leave here. All the best. Stay safe. Okay, and bye. Take care. Thank you, sir.